നമസ്കാരം. ഞാനും ആലപ്പുഴയിലുള്ള നമ്മുടെ അൻസാരി ഉസ്താദും തമ്മിലൊരു സംവാദം നടന്നു. ഒരു കുട്ടിയുടെ കല്യാണ കേസുമായി ബന്ധപ്പെട്ടിട്ട്. അന്നേരം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. കാരണം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ ക്ഷേത്ര കമ്മിറ്റിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടണം, ഹിന്ദു സംഘടനയുടെ ആളുകൾ ബന്ധപ്പെടണം, ഹിന്ദുത്വവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ ചിന്താഗതിക്കാരുള്ള ആളുകൾ ബന്ധപ്പെടണം, എന്നിട്ട് ഈ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഞാനത് പറഞ്ഞാണ് ഞാനത് ഏറ്റെടുത്തു എന്നുള്ളത്. എനിക്ക് 100% ഉറപ്പായിരുന്നു ആ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുള്ളത്. നമ്മളതിന് മുമ്പും പലതും ചെയ്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഹൈന്ദവന് പോയി ചോദിക്കാനൊരു ഇടമില്ലാതെ ആവരുത്. അവന് പരാതി പറയാനും അവൻ്റെ പരിഭവങ്ങൾ പറയാനും അവൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും ഒരു ഇടം വേണം എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് രക്ഷണം എന്ന് പറയുന്ന നമ്മുടെ ഈ കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളത്. അന്നേരം ഞാൻ ഈ കല്യാണം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വെറും മണിക്കൂറുകളുടെ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പേ ഫണ്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അതിനുശേഷവും ഒരുപാട് ആളുകൾ അയക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇനി അയക്കേണ്ടതില്ല, നിർത്തിവെക്കുക പ്ലീസ്, ഇനി ആരും പൈസ അയക്കേണ്ട എന്ന് നമ്മൾ അപേക്ഷിച്ചിട്ടാണ് അവിടുന്ന് പണം വരുന്നത് നിന്നത്. അതായത് ഹിന്ദുക്കൾക്ക് സഹായിക്കാനുള്ള മനസ്സില്ല എന്ന് പറയരുത്. അങ്ങനെ ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. അതങ്ങനെയല്ല എന്ന് തെളിഞ്ഞ ദിവസം കൂടിയായിരുന്നു ഈ കുട്ടിയുടെ കല്യാണത്തിൻ്റെ ഒരു വിഷയം. ഹിന്ദുക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാനൊരു കൈയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ അവർ ചങ്കും പറിച്ചു തരും. അത് ഞാൻ ഈ ഒരു വിഷയത്തോടു കൂടി മനസ്സിലാക്കിയത്, ഈ ഒറ്റ കേസോട് കൂടി. കാരണം നിസ്സാരമായിട്ടുള്ള മണിക്കൂറുകൾ കൊണ്ട് ആ കുട്ടിയെ കല്യാണം കഴിച്ചേക്കാനുള്ള പൈസ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കുട്ടിയെ മാത്രമല്ല, വേറെ ഒരു കുട്ടിയുടെ കല്യാണം കൂടി ഈ കൂട്ടത്തിൽ ഞങ്ങൾ ചിലപ്പോൾ നടത്താനുള്ള സാധ്യതയുമുണ്ട്. അതും കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ 2 കുട്ടികളുടെ കല്യാണം ചിലപ്പോൾ ഈ ഒരൊറ്റ വിഷയത്തിൽ നടക്കും. അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് മാറി. ഞാൻ ആ കണ്ണ് തുറപ്പിച്ചു എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. സഹോദരിമാർക്ക് ചോദിക്കാനും പറയാനുള്ള ആളുകളില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും ഞങ്ങളെ ഒന്ന് കണ്ണ് തുറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ സംവാദങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ വേറൊരുത്തൻ കയറി വന്നുകൊണ്ട് ഇവൻ ആരാണ്, ഏത് നാറിയാണ് ഇവൻ, ഞാൻ ഇങ്ങനെ പറയുള്ളൂ ഇവനെ. എന്താണെന്നറിയോ, അത് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. മോനെ, നിൻ്റെ ഒരു പെങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ നാട്ടുകാരെല്ലാം കൂടി കല്യാണം കഴിച്ച് കൊടുത്തയക്കുമ്പോൾ ആ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് നാളെ ആ കുട്ടിയോട് നിന്റെ നാട്ടുകാർ കെട്ടിച്ചിട്ടല്ലേടി നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന അഭിമാനക്ഷതം എത്രത്തോളമാണ് എന്ന് നിനക്കറിയോ? അറിയില്ല. കാരണം അതറിയാൻ മനുഷ്യനാവണം. മനസ്സിലായില്ലേ? നീയൊക്കെ പറയുന്ന സംഖി എന്ന് പറയുന്ന മൃഗമാണ് എന്നൊക്കെ പറയുന്ന സംഖിക്ക് അത് മനസ്സിലാവും. അങ്ങനെ പറയാൻ പാടില്ല. ആ കുട്ടിയുടെ അഭിമാനത്തിന് അത് കോട്ടം പറ്റും. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയുടെ വിഷയം ഇപ്പോഴും എപ്പോഴും പേര് പോലും ഞാൻ ഉച്ചരിക്കാതെ ആ കല്യാണ വിഷയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. അത് എൻ്റെ മാന്യതയാണ്. എനിക്ക് ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവാണ്. നിന്നെപ്പോലത്തെ ഈ പറയുന്ന ഊളകൾക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് നീ ആ കുട്ടിയുടെ പേരും ആ കുട്ടിയുടെ സ്ഥലവും ഒക്കെ വിളിച്ച് പറയുന്നത്. മനസ്സിലായോ? ഞങ്ങൾ ആ നാട്ടുകാർ പോലും അറിയാതെ ആ കുട്ടിയുടെ കല്യാണം കഴിച്ചയക്കണമെന്നാണ് രക്ഷണത്തിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നത്. കാരണം എന്താണ്? ആ കുട്ടി കയറി ചെല്ലുന്ന വീട്ടിൽ 2 കുട്ടികൾ വേറെയുണ്ട്, പുറത്തുനിന്ന് വന്ന കുട്ടികൾ. ആ കുട്ടികളൊക്കെ ആ വീട്ടുകാർ കെട്ടിച്ചു വിട്ടതാണ്. അതിൻ്റെ ഇടയിലോട്ടാണ് ഈ കുട്ടി കയറി ചെല്ലുക. ഈ കുട്ടി കയറി ചെല്ലുമ്പോൾ നാട്ടുകാരെ ചിലവ് കൊണ്ട് കെട്ടിച്ചു വിട്ടവൾ എന്നുള്ളൊരു പേര് ആ കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അതിനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ സഹായിച്ചോളൂ, ആരെ വേണമെങ്കിൽ സഹായിക്കൂ. പക്ഷേ അതിന് രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഒരാളെ സഹായിക്കുമ്പോൾ നമ്മളത് ചെയ്തു എന്ന് വേണമെങ്കിൽ തെളിവിന് വേണമെങ്കിൽ നമുക്ക് കാട്ടിക്കൊടുക്കാം. പക്ഷേ ആ മുഖം ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പാടില്ല. അവർക്ക് അഭിമാനമുണ്ട്. രക്ഷണം കുടുംബം ഏറ്റെടുത്ത് ഒരു കേസിലും ഒരാളുടെയും മുഖം നിങ്ങൾ കാണില്ല. അതങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല. അങ്ങനെയാണ് സഹായങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ 4 ആളോട് പാട്ടും പാടി മുഖം കാണിച്ചു കൊടുത്ത് അവൻ്റെ അഭിമാനത്തിന് ക്ഷതം പറ്റിച്ച് ഞാനെന്തോ വലിയ സംഭവം ചെയ്തു എന്നുള്ള ആ ലാഘവത്തിലൂടെ നിന്നുകൊണ്ട് കയ്യടി നേടലല്ല ഒരു കാരുണ്യ പ്രവർത്തകനായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്, ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. നീ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സംഖികൾ, അതായത് മൃഗം, മറ്റത് മറിച്ചെന്നൊക്കെ പറയുന്ന സംഖികൾക്ക് ആ ബോധമുണ്ടാ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നീ ഏത് വിവരം കെട്ടവനാണ്ടാ നാറി? ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ എന്ത് ധൈര്യത്തിലാണ് ആ കുട്ടിയുടെ പേരൊക്കെ വിളിച്ച് പറയുന്നത്? നിൻ്റെ തന്തയുടെ തറവാട്ടിൽ നിന്നാണ് ആ കുട്ടിക്ക് കല്യാണം ഉണ്ടായി കൊടുക്കുന്നത്? ആണോ? ഞാനാണെങ്കിൽ തന്നെ നിനക്ക് ചെയ്യാൻ പാടുണ്ടോ? അതറിയണമെങ്കിൽ നിൻ്റെ പെങ്ങൾ വീട്ടിലിരിക്കണം ഇതുപോലെ നിവൃത്തിയില്ലാതെ. എന്നിട്ട് നാട്ടുകാർ കൊണ്ടുവന്ന് കെട്ടിച്ച് നാട്ടുകാർ മുമ്പിൽ നിന്നിട്ട് ഞങ്ങൾ കെട്ടിച്ച് താട്ടവിളയെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ നിനക്കറിയാം അതിൻ്റെ വേദന, അല്ലെങ്കിൽ നിൻ്റെ പെങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ വേദന. ആ കെട്ടിച്ച് വിടുന്ന വീട്ടിൽ വരെ ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവാൻ പോണത്. അതുകൊണ്ട് തെമ്മാടിത്തരം വിളിച്ച് പറയാതെ തെമ്മാടി. മനസ്സിലായ? എനിക്കിതിലും മോശമായിട്ടുള്ള ഭാഷകളാണ് ഞാൻ എന്നും യൂസ് ചെയ്യുന്നത്. ഞാനൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. എന്നെ ഒന്നും നീ ചൊറിയാറ്റണ്ട. എന്നെയൊക്കെ ചൊറിയേറ്റി കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ അത് വേറെ രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. മനസ്സിലായ? അതുകൊണ്ട് നിൻ്റെ വീഡിയോയിൽ ഞാൻ വീണ്ടും പറയാണ്, ഇത് നിസ്സാരമാണ്, അത് ഉണ്ണി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയണ്ട. നിൻ്റെ വീഡിയോയിൽ ആ കുട്ടിയുടെ പേരോ സ്ഥലമോ ഏതെങ്കിലും നീ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് മ്യൂട്ട് ചെയ്തോ. യൂട്യൂബിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്, അത് എഡിറ്റ് ചെയ്തോണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ വിളിപ്പിക്കേണ്ടടുത്ത് ഞാൻ വിളിപ്പിക്കും. മാനനഷ്ടത്തിന് കേസും കൊടുക്കും. നിന്നെ ഞാൻ ലോക്കാക്കും. ആ പാവം പിടിച്ച പെൺകുട്ടിയുടെ മാനത്തിന് വില പറയാൻ നിന്നാ നാറി നിന്നെ ഞാൻ എടുത്തിട്ട് ഉടുക്കും. മനസ്സിലാവണ്ട? നീ യൂട്യൂബിൽ തൊള്ളവർക്കണ പോലെ ആയിരിക്കില്ല അത്.
അത് വകുപ്പ് വേറെയാണ്. അത് നിനക്ക് മനസ്സിലാവും. ജീവിതകാലം മുഴുവൻ നീ ഓടും. അതുകൊണ്ട് അതങ്ങോട്ട് മ്യൂട്ട് ചെയ്തേക്കും മര്യാദയ്ക്ക്. നിനക്കത് എത്തിച്ചു തരും ആൾക്കാർ, അത് എനിക്കറിയാം. നിനക്ക് 2 ദിവസം 3 ദിവസം സമയം ഞാൻ തരും. അതിനുള്ളിൽ അതങ്ങ് ഡിലീറ്റ് ആയിക്കോണം. ആ പേരങ്ങ് ഡിലീറ്റ് ആയിക്കോണം. ആ സ്ഥലപ്പേരങ്ങ് ഡിലീറ്റ് ആയിക്കോണം. പിന്നെ എന്നെ നീ എന്ത് വേണേലും പറ. നിനക്കൊക്കെ ഞാൻ 4 രോമത്തിൻ്റെ വരെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നീയൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് മറ്റേ വേടം പറഞ്ഞ പോലെ വെറും, മനസ്സിലായ? അപ്പോൾ അതങ്ങോട്ട് ചെയ്തോണം. നല്ലൊരു സംവാദത്തിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിന്നെപ്പോലത്തെ തീട്ടങ്ങൾ കയറി വിളയാടണ്ട. യൂട്യൂബിലൂടെ തീട്ടം വാരി തിന്നോ, പക്ഷെ മറ്റൻ്റെ ഉള്ളിൽ പോയിട്ട് വാരി തിന്നണമെന്ന് വിചാരിക്കും. അവൻ തരുമ്പോൾ നീ അങ്ങ് എടുത്ത് ചൂടോടെ തിന്നാൽ മതി. മനസ്സിലായില്ലേ? മനസ്സിലായടാ മലവാണമേ? അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഓടുവേ, അത് വകുപ്പ് വേറെയാണ്. ഞാൻ നിന്നോട് പറയാം. നീ ഓടുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഓടും നീ. പറഞ്ഞില്ലാന്ന് വേണ്ട, കളിക്കണടാ. ഒരാളെ മാനത്തിന് വില പറയുന്നടാ നാറി.